കൊട്ടാരക്കരയുടെ അരനാഴിക നേരം പഴയ കാലത്ത് സ്വാധീനിച്ചു, അതുപോലൊരു കഥാപാത്രം വരുന്നു എന്ന് പറയുന്നൊരു ഫീല്. അതെ, കിഷ്കിന്ധാകാന്ഡം അപ്പുള്ള. പക്ഷെ അതുണ്ടല്ലോ, ആ സ്ക്രിപ്റ്റ് ഒരു അപാര സ്ക്രിപ്റ്റാണ്. എനിക്ക് ഇതെങ്ങനെ എന്നുള്ള ഒരു ഒന്നാമത്തെ കാര്യം, ഈ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ രോഗം ഞാൻ കണ്ടില്ല, അങ്ങനത്തെ അവസ്ഥ കണ്ടു. പിന്നെ അവൻ്റെ മോളോട് ചോദിച്ചു, അവളിപ്പോൾ UK അവളെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ. അപ്പോൾ അവൾ പറഞ്ഞു, വെച്ചാൽ ഇത് ഒരാൾക്ക് ഡിമെൻഷ്യ എന്ന് പലർക്കും പലതാണ്, ഒരാൾക്ക് വരുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക്. അപ്പോൾ അത് പലർക്കും പല അവസ്ഥകളാണ്. അതുപോലെ ആ കഥാപാത്രം ആകാനായിട്ട് ഇങ്ങനെ അതിൻ്റെ സംഭവം ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൂട്ടണമല്ലോ, അയാളുടെ സ്വഭാവവും അതൊക്കെ. പക്ഷെ അതിനുവേണ്ടി എനിക്ക് അധികം മെനക്കെടേണ്ടി വന്നില്ല. അതിലെന്താ അങ്ങനെ ചെയ്തു വെച്ച കാര്യം? അതിനകത്ത് സത്യം പറഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യം ചെയ്തിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ, ഇയാൾക്ക് ഈ ഒരു ഓണ്ടറിങ് മൈൻഡ് അതാണ്. അപ്പം പിന്നെ ആരും ഫേസ് ചെയ്യില്ല. അതിന് ഞാൻ ചെയ്ത ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഇത് അച്ഛൻ എഴുതി നാടകമൊക്കെ എഴുതുമ്പോഴേ, നാടകമല്ല എന്താ എഴുതിയാൽ ഇങ്ങനെ എഴുതിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പേന ഇവിടെ ഇരിക്കും, ഇങ്ങനെ ആലോചിക്കും, ചിലപ്പോൾ ചെറിയ ചിരിയൊക്കെ വരും, എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ സാധനം ഈ തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമാണല്ലോ. ഇതാണ് എനിക്ക് കിട്ടിയൊരു സ്വിച്ച്. അപ്പോൾ അതിൻ്റെ പരിഭ്രമമൊക്കെ ഇല്ല, ബ്രീത്തിങ് മാറി, സ്പീഡാണ് ബ്രീത്തിങ്. അപ്പം ഇതേ ഉള്ളൂ, എൻ്റെ വേറെ സംഭവമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്യുന്ന പോലെ ചെയ്യുന്ന പണിയാണ് ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്കില്ലെന്ന് പറയുന്നത്. ഞാൻ മനസ്സിലിങ്ങനെ നടന്നപ്പോൾ ആലോചിച്ചാൽ അറിയോ, നാഷണൽ അവാർഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഷാരൂഖ് ഖാൻ ഉണ്ടാവും. അപ്പോൾ ഷാരൂഖ് ഖാൻ എന്തായാലും എൻ്റെ കൂടെ അവാർഡ് വാങ്ങാൻ വരുന്ന മലയാളത്തിൽ ഈ ആർട്ടിസ്റ്റിനെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ പൂക്കാലം കണ്ടിട്ടായിരിക്കും വരുന്നത്. അത് എന്തായിരുന്നു, അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ ഷാരൂഖ് ഖാൻ നമിച്ചണ്ണ എന്ന് പറഞ്ഞു തൊഴും. കാരണം വെച്ചാൽ ഷാരൂഖ് ഖാനെ മനസ്സിലാവില്ല. ഇല്ല, അല്ല, അതാ പറഞ്ഞേ, അത് അപ്പോഴാണ് അതിൻ്റെ വിജയം ഇരിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റിൻ്റെ വിജയം അവിടെയാണല്ലോ. കാരണം റിയൽ വിജയരാഘവൻ മുമ്പിൽ നിൽക്കുന്നു. പൂക്കാലം സിനിമയിലെ 100 വയസ്സുകാരനെ കണ്ടിട്ട് വന്ന ഷാരൂഖ് ഖാൻ തൊഴുതു പോകുന്നൊരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത്. അതാണ് മലയാളി എന്നുള്ള നിലയിൽ നമ്മുടെ വളരെ സ്വകാര്യമായൊരു സന്തോഷം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അല്ലേ, മലയാളി ഞങ്ങളുടെ സ്വകാര്യമായ സന്തോഷമാണ് പറഞ്ഞത്. അങ്ങനെ സന്തോഷിപ്പിക്കുന്നില്ലല്ലേ ഒരു ആർട്ടിസ്റ്റിൻ്റെ വിജയം? പിന്നെ അല്ല, ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഞാൻ പലപ്പോഴും മറന്നു പോകും. അപ്പം ഞാൻ ഇടയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി കേട്ടോ, എന്നെ എനിക്കങ്ങനെ ഒരു അതിനേക്കാളൊക്കെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അറിയോ, ഞാൻ 44 വർഷമായി സിനിമ മാത്രം. നാടകം അതിന് മുമ്പ് 10ാമത്തെ വയസ്സിൽ നാടകത്തിൽ. അതെ, പിന്നെ നാടകം തുടങ്ങിയിട്ട് അച്ഛൻ്റെ കൂടെ കാപ്പാലികയിൽ ചുമ്മാ പോയതാണ്. 73 എനിക്ക് സിനിമ താല്പര്യമില്ലായിരുന്നു. പിന്നെ 83 പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ ടൈം. പിന്നെ അത് ശരി, 83 മുതൽ 2025 നമ്മൾ സംസാരിക്കുന്ന ഈ നേരവും കടന്ന് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതെ അതെ അതെ. അല്ല അതെ, പക്ഷെ അവിടെ അപ്പോൾ എനിക്ക് എന്താ അറിയോ, ഇത്രയും നാളും എന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ ഇപ്പോഴും ഒരു പുതിയ ആളിനെ കാണുന്ന പോലെ ഇപ്പം എന്നെ കാണുന്നു. അതെ, അതെനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സിൻ്റെ ഫിലിമുകളിൽ വളരെ വളരെ ഒരു റിലവൻറ്റ് പാർട്ടാണ്. അപ്പോൾ അവരൊക്കെ എന്നോട് ക്ലബിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിലെല്ലാം അപ്പോൾ എന്നോട് ഞാൻ അവരോട് വളരെ ഫ്രീ ആയിട്ട് പെരുമാറുമ്പോൾ അവരെന്നോട് ഒരു ബഹുമാനം സ്വപ്പം കൂടുതലാണോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. ഞാനവിടെ ഒക്കെ ആയിട്ട് ഒരു സിഗരറ്റ് തന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൂടും, അല്ലെങ്കിൽ എനിക്ക് അകന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രേക്ഷകനും എന്നോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ചുമ്മാ ഭാഗ്യമല്ല, മഹാഭാഗ്യം എന്ന് പറയുന്നത്.